നയിക്കുന്നത്? തെരഞ്ഞെടുപ്പ് പ്രചാരണം നമുക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണം ഭരണമാണ്. അവരൊരു നല്ല മാറ്റം ഉണ്ടാകണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നല്ല രീതിയിലുള്ള ജനവിധി ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എറണാകുളത്തിന്റെ ഏറ്റവും കാലപ്പഴക്കമുള്ള പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണാനാണ് ഈ കാലയളവിൽ ശ്രമിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് വേസ്റ്റ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, നമ്മുടെ മാലിന്യ പ്ലാന്റ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ. അപ്പോൾ ഇത് ഏത് നിലയിൽ പ്രതിഫലിക്കുമെന്നാണ് കരുതുന്നത്? എറണാകുളത്തെ ഈ മാലിന്യ പ്രശ്നത്തിൽ നല്ല മാറ്റം നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. ഇപ്പോൾ ബ്രഹ്മപുരത്ത് BPCLന്റെ നേതൃത്വത്തിൽ പ്ലാന്റ് അതിൻ്റെ അവസാന ഘട്ടത്തിലായി. അതുപോലെ തന്നെ കൊച്ചി ഏറ്റവും ശുചിത്വമുള്ള നഗരങ്ങളുടെ പട്ടികയിലേക്ക് വന്നു. ഇതിനോട് ചേർന്ന് കിടക്കുന്ന ഏലൂർ നഗരസഭ കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച ശുചിത്വ പരിപാലനത്തിൻ്റെ നഗരസഭയായി മാറി. അപ്പോൾ അപ്പോഴെല്ലാം നമുക്കൊരു അപവാദം എന്ന നിലയിലാണ് കളമശ്ശേരി നഗരസഭ നിൽക്കുന്നത്. അപ്പോൾ അതിലൊരു നല്ല മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ UDFൻ്റെ ഞാനിപ്പോൾ അവരെ നോക്കിയത് എല്ലാം ഗവൺമെൻറ് നേട്ടങ്ങൾ അവർ അവതരിപ്പിച്ചു എന്നുള്ളതിൽ ഏറെ സന്തോഷമുണ്ട്. അപ്പോൾ അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു സംവിധാനം വേണമെന്ന പൊതു ആഗ്രഹം ജനങ്ങൾക്കുണ്ട്. അത് സാധ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും എന്തായാലും LDF കളമശ്ശേരിയിൽ വലിയ ആത്മവിശ്വാസത്തിലാണ്. ഈ പറഞ്ഞതുപോലെ മറ്റ് LDFന്റെ കൈവശമുള്ള ഇടങ്ങളിൽ, ഭരണമുള്ള ഇടങ്ങളിൽ വലിയ മുന്നോട്ട് പോക്ക് ഉണ്ടാക്കാൻ വികസന പ്രവർത്തനങ്ങളിൽ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹം ഏറ്റവും എടുത്തു പറയുന്നത്, അല്ലെങ്കിൽ LDF ഏറ്റവും പ്രധാനമായി മുന്നോട്ട് വെക്കുന്നത് ഈ മാലിന്യ പ്ലാന്റ്, മാലിന്യമാണ് ഏറ്റവും പ്രധാന പ്രതിസന്ധി. അതുപോലെ എല്ലാ കാലത്തെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിച്ചിട്ടുണ്ട് എന്നതാണ് ഇത്തവണ LDF ഉയർത്തിക്കാണിക്കുന്നത്. എന്നാൽ വെള്ളക്കെട്ട് ഉൾപ്പെടെ പല പ്രശ്നങ്ങളും ഇപ്പോഴുണ്ട് എന്നതാണ് NDAയും UDFും ആരോപിക്കുകയും ചെയ്യുന്നത്. നമുക്ക്